നമസ്കാരം. UDF പ്രവേശനം എളുപ്പമാകാതെ വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും UDFനെയും വിമർശിച്ച PV അൻവർ. UDF പറഞ്ഞ വാക്ക് പാലിച്ചില്ലെന്നടക്കം പറഞ്ഞാണ് അൻവർ രംഗത്ത് വന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ വിലപേശലുകൾക്കും അനുനയ നീക്കത്തിനും ഒടുവിലാണ് PV അൻവർ വി ഡി സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. ഇന്നലെ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയാണെന്നും PV അൻവർ തുറന്നടിച്ചു. താൻ എന്താണ് തെറ്റ് ചെയ്തതെന്നും PV അൻവർ ചോദിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കാത്തതിലുള്ള അതൃപ്തിയിലാണ് PV അൻവർ തുറന്നടിച്ചത്. UDFിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഏത് വടിയെ നിർത്തിയാലും പിന്തുണയ്ക്കുമായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. ഇനി UDFിന്റെ കാല് പിടിക്കാനില്ല. താൻ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും അൻവർ പറയുന്നു. UDF പ്രവേശനത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അൻവർ പറഞ്ഞു. KC വേണുഗോപാലുമായി താൻ കാര്യങ്ങൾ സംസാരിക്കും, അതിനുശേഷം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമെന്നും അൻവർ പറയുന്നു. സ്ഥാനാർത്ഥിയെക്കുറിച്ച് 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പുകളിൽ UDFിന് പിന്തുണ കൊടുത്തെങ്കിലും തന്നെ അവഗണിച്ചെന്ന് അൻവർ പറഞ്ഞു. പാലക്കാട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച സ്ഥാനാർത്ഥിയോട് UDF നേതൃത്വം നന്ദി പോലും പറഞ്ഞില്ല. TMC നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി അപമാനിതനായെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് UDFിന് നിരുപാധിക പിന്തുണ കൊടുത്തു. പനമരം പഞ്ചായത്ത് LDFിൽ നിന്നും മറിച്ച് UDFിന്റെ കയ്യിൽ കൊടുത്തു. ചുങ്കത്തറ പഞ്ചായത്തും UDFിലേക്ക് എത്തിച്ചു. മുന്നണി പ്രവേശനത്തിന് UDFിന് കത്ത് കൊടുത്തിട്ട് 4 മാസമായി. ഈ മാസം 2-ന് പ്രവേശന ചുമതല UDF സതീശന് നൽകി. പിന്നീട് ഒരു മറുപടിയുമില്ല. ഈ മാസം 15-ന് വി ഡി സതീശൻ 2 ദിവസത്തിനകം മറുപടി പറയാമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ലെന്നും അൻവർ പറഞ്ഞു. ഞാൻ രാജിവെച്ചത് പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കാനാണ്. അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയാകണ്ടേ. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ടും പോകരുത്. ഇപ്പോൾ UDF നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇനി ചർച്ചയ്ക്കില്ല. ഞാൻ അധിക പ്രസംഗം നടത്തിയെന്നാണ് പറയുന്നത്. എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? അൻവർ ചോദിച്ചു. വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇറക്കി എൻ്റെ നേരെ ചെളി വാരി എറിഞ്ഞു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അധികാരമോഹമുണ്ടെങ്കിൽ ഞാൻ MLA സ്ഥാനം രാജിവെക്കില്ലായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ PV അൻവറിന്റെ ഭീഷണികളെ UDF കഴിഞ്ഞ ദിവസം തന്നെ പാടെ തള്ളിയിരുന്നു. നിലമ്പൂരിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവർ ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. UDFുമായി സഹകരിക്കണമോ എന്നത് തീരുമാനിക്കേണ്ടത് അൻവറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന കാര്യത്തിൽ അൻവറിന്റെ നിലപാട് നോക്കി UDFും തീരുമാനിക്കുമെന്നായിരുന്നു സതീശൻ ഇന്നലെ വ്യക്തമാക്കിയത്. അൻവർ തീരുമാനം പ്രഖ്യാപിച്ചാൽ UDF തങ്ങളുടെ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF നേതൃയോഗത്തിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ PV അൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. PV അൻവറാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. തിരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്. തിരഞ്ഞെടുപ്പുമായി സ്ഥാനാർത്ഥിയുടെ പ്രചാരണവുമായി അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായും തങ്ങൾ ഒരുമിച്ച് പോകുമെന്നും സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വി ഡി സതീശനെ ഉൾപ്പെടെ തള്ളി പറയുന്ന നിലപാടാണ് PV അൻവർ സ്വീകരിച്ചത്. അതേസമയം തൃണമൂൽ ദേശീയ നേതൃത്വവുമായി അൻവർ ബന്ധപ്പെട്ടു. തൃണമൂലിനായി തന്ത്രം മെനയുന്ന ഐപാക് ടീം അംഗം അൻവറിന്റെ വീട്ടിലെത്തി എന്ന വിവരമുണ്ടായിരുന്നു. സാഹചര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഐപാക് പ്രതിനിധി അറിയിച്ചു. 2 ദിവസത്തിനകം UDFിൽ എടുക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഭീഷണി വഴങ്ങിയില്ലെങ്കിൽ അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് സൂചിപ്പിച്ച് കൂടുതൽ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ശരിയായ നിലപാടെടുത്താൽ കൂടെ നിർത്തുമെന്നും ധിക്കാരം തുടർന്നാൽ ഇയാളെ പരാജയപ്പെടുത്തി വിടുമെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് VT ബൽറാമിന്റെ പോസ്റ്റ്.